നോളെ സേവ് ദ ഡേറ്റ് അപ്പൊ ഞാൻ മാല ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതാണ് മഹർ ഓളെ സേവ് ദ ഡേറ്റിന്റെ മഹറാണ് കാളവേല ഉണ്ട് പൂരം അതൊക്കെ ഉണ്ടാവുന്ന അറിയില്ല കാരണം നല്ല മഴ ഉണ്ട്. ശരിക്കും അതിന്റെ മമ്മ സ്റ്റിച്ച് ചെയ്തല്ലേ മമ്മ സ്റ്റിച്ച് ചെയ്ത് അടിപൊളി വെൽവെറ്റ് ഡ്രസ് ചെയ്തിട്ട് എടുത്ത് നിന്നിട്ട് എന്തൊക്കെ ചുറ്റുകൂടെ എല്ലാരും എടുക്കുന്നതിനോടല് പണ്ടത്തെ മംഗലം കേസിൽ അങ്ങനെ എന്താ പഠിപ്പിച്ചു കൊടുക്കണം അപ്പാക്ക് യാമി അപ്പാക്ക് പഠിപ്പിക്കാം കല്യാണം ആകുമ്പോഴത്തേന് നല്ല പണിയാണ് ഇത് വിചാരിച്ച പോലെ അത്ര പുതിയ അത്ര ഈസി അല്ല. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. കുറെ ദിവസമായി നല്ലൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു വിശേഷം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇക്കടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളിനാണ് പോവുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഷാജി അവിടെ തൂതയിൽ കൊടുന്നാക്കി തന്നു. തൂതപ്പൂരം എന്നൊരു പേരിൽ എന്തെങ്കിലും കാരണം വേണമല്ലോ ഒത്തുകൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജാസിമുട്ടിയും ഉമ്മച്ചിയും വാപ്പിയും ഞങ്ങളും പിന്നെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ തൂത വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ. ഞങ്ങൾക്ക് കാളവേല ഉണ്ട് പൂരം അതൊക്കെ ഉണ്ടാവുന്ന അറിയില്ല കാരണം നല്ല മഴ ഉണ്ട്. അതാണ് ഇപ്പൊ തൽക്കാലം ഉള്ളത്. അപ്പൊ നമ്മളെ റെനമോളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ ഞങ്ങളുടെ ഈ ക്യാമറയിൽ കൊള്ളുക. റെനമോളെ കൊണ്ടെങ്കിൽ ഞാൻ ഈ ക്യാമറ കുറച്ചും കൂടി ഹൈറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിന്റെ മമ്മ സ്റ്റിച്ച് ചെയ്തല്ലേ മമ്മ സ്റ്റിച്ച് ചെയ്ത് അടിപൊളി വെൽവെറ്റ് ഡ്രസ് ചെയ്തിട്ട് ക്ലാരിറ്റി കുറച്ച് കമ്മിയുണ്ട്. അത് ക്യാമറന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ. അയ്യോ ക്യാമറകൾ തട്ടിൽ നിന്ന് റെനമോള് കുറച്ച് കൂടുന്നു. അതെ എന്നാ പിന്നെ അടുത്ത ക്യാമറ. ഇതാണ് സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളുടെ ഷെഫ് കുട്ടൻ്റെ റെനമോള്. അപ്പോഴേതാ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ച് ഏകദേശം കഴിക്കുന്ന നേരത്താണ് നല്ല പാലടപ്രഥമൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് ഉറങ്ങൊന്നും ചെയ്തില്ല. എല്ലാവരും കൂടി ചുമ്മാ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്ന്. ഇന്ന് കാളവേലയാണ്, നാളെയാണ് പൂരം. എപ്പോഴും പൂരത്തിനായിട്ട് വരും, പക്ഷെ കാളവേലൊന്നും കാണാൻ പോവാറില്ല കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ പണ്ട് അളിയന് ഇതുപോലെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂരം കാണിച്ചു തന്നതൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇത്താൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ നിന്നിട്ടൊക്കെ പൂരമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ കേട്ടോ. പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാളവേലക്ക് പോണത്. കാളവേല ചെറുപ്പത്തിലും പോയിട്ടില്ല കേട്ടോ. അപ്പം ഇപ്പം നമ്മുടെ നാട്ടിൽ നേർച്ചയൊക്കെ ഉള്ള പോലെ തന്നെ ആണല്ലോ കാളവേല. രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല പാട്ടും ഒക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനെ ഈ കാളനെ പണ്ട് ഉമ്മച്ചി പറയായിരുന്നു കാള ഇങ്ങനെ വൈക്കോല് കൊണ്ടൊക്കെ അങ്ങനത്തെ സെറ്റപ്പിലല്ലേ. ഇപ്പോൾ ഫുൾ ഹൈടെക് കാളയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതന്നെ മെയിനായിട്ട് ആണുങ്ങൾക്ക് നല്ല രസമാണ്. നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ചില്ലാക്കുക. നമ്മൾ ജസ്റ്റ് അതിങ്ങനെ കണ്ടിക്കുക. രസമുണ്ടായിരുന്നു. അങ്ങനെ കാളവേലൊക്കെ കഴിഞ്ഞു. ഇന്നാണ് കേട്ടോ പൂരം. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെനമോളുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ എടുക്കാനായിരുന്നു. അതൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ ആയില്ല. ഞാൻ മേടിച്ചത് കേട്ടോ. അതാണ് കല്യാണത്തിന് ഇട്ടാ മതി. അതാണല്ലേ ഇന്നലെ ആ പ്ലെയിൻ ഡ്രസ്. ഇത് ഒരു ഡ്രസ്സിന്റെ എലഗൻസി അല്ലേ. ഒരു പ്ലെയിൻ ഡ്രസ്സിക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്താ ഒന്നും നോക്കിയില്ല. ഞാനും 2 ഓർഡർ ചെയ്തിട്ടുണ്ട് വേറെ കളേഴ്സൊക്കെ. അപ്പം ഇനി ഷൈത്ത് വീഡിയോ ഇടുമ്പോൾ അവൾ ടാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വാങ്ങിച്ചോളുണ്ട് കേട്ടോ. നല്ല രസമുള്ള മാല, നല്ല സ്റ്റൈലിഷ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പ്ലെയിൻ ഡ്രസ്സിക്കൊക്കെ ഈ മാല മാത്രം ഇട്ടാൽ മതി. ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും കിട്ടും. ഇതുപോലത്തെ വേറെ പല പല ടൈപ്പും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബീഡ്സ് വരുന്ന തരത്തിലുള്ള നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ചൂടോടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബനാന കഴിക്കാം, ബനാന കഴിക്കാം, ബനാന കഴിക്കാം. എന്ത് കുടിക്കണേ? മിൽക്ക് കുടിക്ക, പാല് കുടിക്ക. ഗുഡ് ഗേൾ.
ഒന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമുക്ക് ഫോട്ടോഷൂട്ട് എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. 10-11 മണിയായപ്പോൾ തന്നെ ഒടുക്കത്തെ വെയിൽ. ഈ വെയിലത്തൊക്കെ ഫോട്ടോഷൂട്ട് എടുത്താൽ കഴിയുമ്പോഴത്തേനും ഞങ്ങൾ കഴിഞ്ഞു പോകും. അപ്പം നമുക്ക് എന്തായാലും ഒരു അല്ല ഇപ്പം സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ എടുക്കാം അല്ലേ? റണ്ണനെ വെച്ച് കളിക്കാം നമുക്ക്. റണ്ണനെ നമുക്ക് ഈ നേരത്തെ ആയിക്കോട്ടെ. ഞങ്ങൾ കുറച്ച് വൈകിട്ട്. റണ്ണന്റെ സേവ് ദ ഡേറ്റ് എത്ര ഉണ്ട്? ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്സ് ഇടാം, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇത് ചുണ്ടുമെന്ന് പോണേ ഇല്ല, ഭയങ്കരമായിട്ട് അവിടെ കണ്ടോ നല്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വേണം. എവിടെ നമ്മളെ സേവ് ദ ഡേറ്റ് ബ്രൈഡ് വരുന്നുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ട് നോളെ സേവ് ദ ഡേറ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ മാല ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ വെറുതാണ് മഹർ. ഓളെ സേവ് ദ ഡേറ്റിന്റെ മഹറാണ് ഇന്ന്. ഇതൊക്കെ വെച്ചിട്ട് ഒരു സേവ് ദ ഡേറ്റ് ഷൂട്ട് നടത്തുന്നുണ്ട്. ചിലപ്പോ ഈ നട്ടു ഇപ്പൊ ഒരു വെയിലത്തേക്കാണ് ഞങ്ങൾ റണ്ണനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു ലിങ്ക് ചോദിക്കുമായിരുന്നു. ലിങ്ക് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കട്ടോ. ഞാനിത് വിചാരിക്കുന്നത് കല്യാണം ഉണ്ടേ ഒരു പ്ലെയിൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടേ ഇതിന്റെ ഇത് അത് മാത്രം മതി. കുറച്ച് വെറൈറ്റി ആവല്ലേ? ഹാൻഡ് വർക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അത്യാവശ്യം മടുക്കും ചെയ്തു. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ രണ്ട് മുകളിൽ സേവ് ദ ഡേറ്റ് എന്നൊക്കെ. കല്യാണം ഒന്നും ആവാറായിട്ടില്ലല്ലോ, ഷെഫ് കുട്ടനൊക്കെ വരുമൊക്കെ വേണ്ടേ. പക്ഷെ വെറുതെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഷൈത്ത ഡിസൈൻ ചെയ്തിട്ട് ഡ്രസ്സായിരുന്നു. ആ ഡ്രസ്സിൻ്റെ പുറത്തിട്ട് ആ ഓവർകോട്ടില്ല ഇങ്ങനെ പൂഞ്ചോ, അതൊക്കെ അവൾ ഷൈത്ത വാങ്ങിയത്. അത് ഞാൻ ഷൈത്ത വീഡിയോ ഇടുമ്പോഴേ അവൾ ടാഗ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പം പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനും ഒക്കെ. അപ്പം ജസ്റ്റ് ഫോട്ടോഷൂട്ട് നടത്തിയതാട്ടോ. ഈ നേരത്തെ പറഞ്ഞ റണ്ണന്റെ അതിമാസ്മരികമായ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. വെറുതെ പൂതിപ്പെടുത്തണേ ഡേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ റെഡി, ക്യാമറ ഓൺ ആണ്. ഇങ്ങോട്ട് ഒട്ടും നോക്കിയില്ല. ആ രസം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് ഫേസ് രസം ഉണ്ടായിരുന്നു. ഒന്നുകൂടി എടുത്തോ. ഞാനിവിടെ ഓണാക്കി വെക്കും. നീ ഇങ്ങനെ അതിങ്ങനെ പതുക്കെ പതുക്കെ. കുറച്ച് ബാക്ക് ചെയ്യുന്നുണ്ട് കറിയുക. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കാം. എന്നാലുള്ള എനിക്ക് ഫ്ലോ കിട്ടാം. റെഡി ഗൈസ്. പുറത്ത് അതിഭീകര മഴ. അപ്പോഴാണ് ഇവിടെ സേവ് ദ ഡേറ്റ്. റെഡി. പേടിച്ചു. ഓ ആയിക്കോട്ടെ. എന്നാ ഞാൻ കറക്കുന്നുണ്ട്. ഇപ്പൊ കറങ്ങി. ഓക്കെ. റൺ എവിടെ? കമോൺ. കൊണ്ടകട്ടല്ല സീൻ. ഓ യാമിക്കുട്ടിയൊക്കെ എടുത്തിട്ടുണ്ടോ? ബിരിയാണി കഴിക്കാൻ വന്നതാ? ബാ. അവരിപ്പോഴല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് പാഡ് എടുത്ത് വേണ്ടതാണോ? അതും ഇതും കൂടി എങ്ങനെ നോക്കല്? ആ സാധനം അവിടെ ഉണ്ട്. പണ്ടത്തെ മംഗലം വേണോ പുതിയ മംഗലം വേണോ? പണ്ടത്തെ മംഗലം എല്ലാരും എടുക്കുന്നതിനോടല്. പണ്ടത്തെ മംഗലം ഗസ്റ്റ് അങ്ങനെ എല്ലാരും എടുക്കുന്ന ഓടല്ലേ. അപ്പൊ എല്ലാരും അങ്ങനത്തെ ഓടൽ. എങ്ങനെയാ ഓട്ട? ചാളൊക്കെ പൊക്കപ്പെട്ട ഓട്ട. ഇതാണോ ഇങ്ങനത്തെ നീ മേടിച്ചത്? എല്ലാവർക്കും രസമുണ്ടല്ലേ? ഏട്ടത്തിന് എന്തൊക്കെ ചുട്ടുകൂട്ടി പഠിച്ചേ കൊണ്ടുപോകും. അവർക്ക് മാത്രമേ വിധവപ്പുള്ളൂ. നമ്മൾ കേട്ട് വരൽ വേണ്ട. ഞാമിക്കില്ല ഇങ്ങനത്തെ പ്ലേറ്റ്. എന്നാലേ വന്നിട്ട് എടുത്തോണ്ട് ഒരു പാത്രം എടുക്കാൻ സോസ് ഒഴിച്ചിട്ട് ടേബിളിൽ കൊണ്ടുവെക്കല്ലേ.
അവിടെ ആയിപ്പോ നിനക്ക് പ്ലേറ്റ് ഉണ്ട് അല്ലേ പ്രശ്നം ഇത് വെച്ച് ഒഴിവാക്കിട്ടോളാം. മറ്റേ വെജിറ്റബിൾ സോസ് അല്ലേ ബട്ടറുണ്ട്. എന്താ പഠിപ്പിച്ചു കൊടുക്കണം പാപ്പാക്ക് യാമി? അബാക്കസ് പഠിപ്പിക്കാം. അതുപോലെ ഇങ്ങനെ നമുക്കെന്നെ രസമല്ലേ അങ്ങനെ ആക്കാന്. ഷെഫ് കുട്ടൻ വിളിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് അല്ലേ. കാരണം കല്യാണം കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ വീട്ടുകാരായിട്ടൊക്കെ ഒരു അടുപ്പുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എത്ര പേർക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓരോരുത്തർ അഭിപ്രായമാണ്. പക്ഷെ എനിക്ക് എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഇന്ന് ഫുള്ള് ഇവളുടെ സേവ് ദ ഡേറ്റ് തന്നെ വീഡിയോ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് കല്യാണം ആകുമ്പോഴത്തേനും സേവ് ദ ഡേറ്റിൽ ഇപ്പൊ ഇങ്ങനെയാണ് അവസ്ഥ. കല്യാണം ആകുമ്പോഴത്തേനും നല്ല ഇത് വിചാരിച്ച പോലെ അത്ര പുതിയ എണ്ണാവിൽ അത്ര ഈസി അല്ല. നല്ല ഭംഗിയുണ്ട് തന്നെ മോക്ക് അവളുടെ അമ്മ ഡിസൈൻ ചെയ്തെടുത്ത ഡ്രസ്സാ അല്ലേ. അമ്മായി അതാണ് കേട്ടോ അതിലുണ്ട്. നല്ല രസമുള്ള മാലയും ക്യാപ്ഷൻ അതാണ്. കഴിഞ്ഞ ഇന്നത്തെ ഫോട്ടോഷൂട്ട് മാക്സ് ഒക്കെ ഇട്ട് വന്നു പണിയുണ്ട് വേണം നടക്ക്. ഈ കുട്ടി ഇവിടെ ഭയങ്കര കളി. അയ്യോ ഇതാ യാമിക്കുട്ടി നല്ല ഫുട്ബോളാ. അവിടെ ഇസുട്ടിനൊക്കെ പോയി കൺമിഷൊക്കെ ഇടുന്നുണ്ടോ? ചെറുതായിട്ട് എങ്ങനെ ആക്കാം? പിച്ചിക്ക് പെൻസിൽ കൊണ്ടുകൊടുക്ക്. എങ്ങനെ ആക്കാം? പിച്ചിക്ക് പെൻസിൽ വേണത്ര യാമി. പക്ഷെ പിച്ചി കൊണ്ടുകൊടുത്താ പിത്തിയോ എന്താ വിളിക്ക? പിത്തിക്ക് കൊണ്ടു കൊടുക്ക് ചെല്ലേ. ഓളാണ് വിളിക്കുക. അമ്മച്ചിന്ന് എന്തോ ആക്കി വിളിക്കുക. ഓൾക്കെന്നെ വിളിക്കാൻ വേണ്ടിക്കുള്ളൂ. ചെല്ലേ പറഞ്ഞാ കേക്കാത്ത കൂട്ടത്തിൽ പെട്ടോ. അത് കൊടുത്താ അമ്മച്ചി കൊണ്ടു കൊടുക്കേ. ഏതാ ഓക്കെ ഹലോ വാ നല്ല ബിരിയാണി കഴിക്കാം. വാ എന്താ ഉറക്കം വരുന്നുണ്ടോ? ഒക്കെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോണ്. എന്താ ഇവിടെ കിച്ചണിൽ നിർത്തിയിട്ടാ? ആരാ മുഖം മറച്ച് വെള്ളം കുടിക്കുന്ന ആൾ? ഭക്ഷണം കഴിക്കാൻ വരി. ഹലോ ബേബി ഗേൾ മാമ കഴിക്കാ? പൂരത്തിന് വന്നിട്ട് ഞങ്ങൾ പൂരം കാണാനൊന്നും പോയിട്ടില്ല കേട്ടോ. അളിയൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി ഇതെങ്ങനെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ കാണാൻ വേണ്ടി ടെറസിൽ പോയതാണ് കേട്ടോ. കാണണ്ടോ? കുറച്ച് അടുത്ത് പോയിരുന്ന അതിന്റെ സൗണ്ടും അതുകൂടി ഭയങ്കര രസമാക്കറല്ലേ. ഇതിപ്പോ കറക്റ്റ് എവിടെ പൊട്ടുന്നേ? അമ്പലത്തിലാക്കാരോ? ചായ കുടിക്കാതെ ഉടനടി രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോൾ പൊറാട്ടയും കറിയും വെച്ച് തന്നെ മയക്കി. കാറിലായോണ്ട് ഞാനൊരു പൊറോട്ട കഴിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇന്ന് രാവിലെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ വാപ്പയും ജാസ്മിൻ കുട്ടിയോട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും പോവാണ്. ഉമ്മച്ചിയും കുട്ടികളും കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. റന്നമോളും പോകാൻ വേണ്ടി ഇറങ്ങി. അവൾക്ക് കോഴിക്കോടാണല്ലോ അവൾ പോണത്. അപ്പോൾ അവളെ അളിയന് ബസ്സിൽ കയറ്റി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ടതാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഒത്തുകൂടൽ കഴിഞ്ഞ് പിരിയാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്ത് ഓറിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഓക്കെ ഗൈസ് ടാറ്റ. യാമിക്കുട്ടിനെ കണ്ടില്ല. രാവിലെ നീച്ചപ്പോ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ റന്നമോളെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വെച്ചാൽ ഇവിടെ ഷെഫ് കുട്ടനൊന്നും ഇല്ലല്ലോ. കല്യാണത്തിൻ്റെ മുന്നേ ഇവിടെ വന്ന് നിന്നാലും എനിക്ക് തോന്നുന്നു അതൊന്നും കൂടി നമുക്ക് ആ കല്യാണത്തിൻ്റെ അന്നത്തെ ടെൻഷൻ ഒഴിവാക്കാമല്ലോ. ആ വീട്ടുകാരായിട്ട് ആ വീടുമായിട്ടൊക്കെ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ കല്യാണത്തിൻ്റെ ദിവസം ഭയങ്കര കംഫർട്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇതെല്ലാതും കൊണ്ടും ഒത്തു വന്നൊരു ചാൻസാണ്. ഇവിടെ അധികം ലേഡീസാണ്. പിന്നെ അവൾക്കും കംഫർട്ടബിളാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കൂടി. നല്ല രസമുള്ള ദിവസമായിരുന്നു. 2 ദിവസം നല്ല അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനി ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വിശേഷങ്ങളുമായിട്ട് വരാം. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ പെരുന്നാൾ വരാൻ പോവുകയാണ്. അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരാം. അസ്സലാമു അലൈക്കും. ബൈ.